നമസ്കാരം. ഡോക്ടർ ഹിയർ പരിപാടിയിലേക്ക് സ്വാഗതം. രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് അമിതമായി കൂടുന്ന അവസ്ഥയാണ് പ്രമേഹം അഥവാ ഡയബറ്റീസ്. ശരീരത്തിന് ഊർജ്ജം ലഭിക്കാൻ ആവശ്യമായ ഇൻസുലിൻ ഹോർമോൺ പാൻക്രിയാസിൽ നിന്ന് ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കപ്പെടാത്തതോ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ഫലപ്രദമായി ഉപയോഗിക്കാൻ ശരീരം പ്രയാസപ്പെടുന്നതോ ആയ മെറ്റാബോളിക് രോഗമാണിത്. പ്രധാനമായും ടൈപ്പ് 1, ടൈപ്പ് 2 എന്നിങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്. ഡയബറ്റിക്സ് വന്ന ഒരാൾക്ക് പൂർണ്ണമായും രോഗമുക്തമാവുമോ എന്നാണ് എല്ലാവരുടെയും സംശയം. വിഷയത്തിൽ സംസാരിക്കാൻ കൊച്ചി വെൽമോണ്ട് ഹോസ്പിറ്റൽ ഇന്റേണൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ഋഷി ജോർജ് ആണ് നമ്മുടെ അതിഥിയായി എത്തുന്നത്. ഡോക്ടർ, സ്വാഗതം പരിപാടിയിലേക്ക്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഡോക്ടർ, ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ ഡയബറ്റിക്സ് പിടിപെട്ടാൽ അത് പൂർണ്ണമായും ഭേദമാകുമോ എന്നുള്ളതാണ് ഒട്ടുമിക്ക ആളുകളുടെ ഒരു സംശയം. അതിനുള്ളൊരു മറുപടി എന്താണ്? ഇത് പേഴ്സൺ ടു പേഴ്സൺ ഡിപ്പെൻസ് മാം. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഏർലി ഡയബറ്റീസ് ആണെങ്കിൽ, ജസ്റ്റ് തുടക്കത്തിലാണെങ്കിൽ നമ്മുടെ സാധാരണ എല്ലാവരുടെയും ഒരു ധാരണയാണ് നമ്മളൊരു ഡിനയലിലിരിക്കും. ഷുഗർ തുടങ്ങിയ ഉടനെ എനിക്ക് ഷുഗർ ഇല്ലെന്ന് പറഞ്ഞിട്ട് നമുക്കത് മധുരമൊക്കെ കംപ്ലീറ്റ്ലി നിർത്തി മരുന്നൊന്നും കഴിക്കാതെ അങ്ങ് പോവും. പിന്നെ ഒരു ടൈം വരുമ്പോൾ ഷുഗർ വലിയ ഹൈ ഇതിൽ വരും. ആ ടൈമിൽ ഇതിനെ റിവേർട്ട് ചെയ്യാൻ വളരെ പാടായിരിക്കും. പക്ഷെ ഏർലി ഇന്റർവെൻഷൻ, എത്ര പെട്ടെന്ന് നമ്മൾ ഷുഗറിന്റെ മരുന്ന് കഴിക്കുന്നോ അല്ലെങ്കിൽ അതിന്റെ ലൈഫ് സ്റ്റൈൽ നമ്മൾ ചേഞ്ച് ചെയ്യുന്നോ അത്രയും പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ മരുന്നുകൾ നിർത്താനുള്ള സാധ്യതകളും ഉണ്ട് ചില പേഷ്യൻസിന്. യെസ്. ഇപ്പോൾ ഈ 2 മുതൽ 3 മാസം കൊണ്ടൊക്കെ പ്രമേഹം മാറ്റിയെടുക്കാൻ സാധിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ചോദ്യമുണ്ട്. വൈദ്യശാസ്ത്രപരമായി തന്നെ ഈ റിവേഴ്സൽ എന്നുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു ടൈം ഉണ്ടായിരുന്നു നമ്മൾ ഈ പ്രീ ഡയബറ്റീസും ഡയബറ്റീസും എന്നൊക്കെ പറയുന്നത്. പ്രീ ഡയബറ്റീസ് പറഞ്ഞാൽ ഡയബറ്റീസിന്റെ ഒരു തുടക്കം. ഇപ്പോൾ അങ്ങനെയൊന്നും അല്ല. നമ്മൾ വൈദ്യശാസ്ത്രം മോഡേൺ മെഡിസിൻ ആണ് ഇപ്പോൾ. സോ എല്ലാ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ ആണ്. സോ ബേസിക്കലി ഈദർ യുവർ ഡയബറ്റിക് ഓർ നോൺ ഡയബറ്റിക്. ഒരു 5.8 എബോ ഉള്ള ഒരു HbA1c ലെവൽ എന്ന് പറഞ്ഞാൽ ഡയബറ്റിക് ആണ്. പക്ഷെ ഇനി മരുന്ന് തുടങ്ങണോ അത് മരുന്ന് തുടങ്ങണ്ടായോ, അത് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ദ ഡയബറ്റീസ് ഷുഗർ ലെവൽ ഇസ് പ്രോഗ്രസീവ്. അപ്പോൾ നമ്മുടെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഒരു 6.2 വരെ ആണെങ്കിൽ നമ്മൾ പേഷ്യൻസിനോട് എക്സസൈസും ഡയറ്റും ചെയ്യാൻ പറയും. കറക്റ്റ് ടൈമിൽ ഭക്ഷണം കഴിക്കാൻ പറയും. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, എന്താ കഴിക്കുന്നതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴാണ് കഴിക്കേണ്ടത്. എന്താ കഴിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ടൈമിൽ ഫുഡ് കഴിക്കുക, 7-8 മണിക്കൂർ ഉറങ്ങുക, ഇതൊക്കെ നമ്മൾ എൻകറേജ് ചെയ്ത് കഴിഞ്ഞ് ചിലപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് മരുന്ന് തുടങ്ങാനുള്ള ആവശ്യം ഇല്ല. ആൻഡ് ഈ പറഞ്ഞ പോലെ ചില മാസങ്ങളിൽ തന്നെ ഷുഗർ നമുക്കത് കംപ്ലീറ്റ്ലി നോർമലാക്കി എടുക്കാൻ പറ്റും. ഈ എന്തിനും ഈ സോഷ്യൽ മീഡിയ സഹായം തേടുന്നവരാണ് നമ്മൾ പലരും ഉള്ളത്. അപ്പോൾ ഈ പ്രമേഹം ഈ 2 മാസം കൊണ്ട് ഇല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞുള്ളൊരു വീഡിയോ ഒക്കെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അതിൽ എത്രത്തോളം സത്യമുണ്ട്, അത് എത്രത്തോളം അപകടമാണ് അത് പിന്തുടരുന്നത്? ഞാൻ നിങ്ങളുടെ മീഡിയയിൽ ഇന്നൊരു കാര്യം തുറന്നു. ഇപ്പോൾ ഡോക്ടർമാരുടെ ഭാര്യകൾ തന്നെ പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ എൻ്റെ വൈഫ് ഒരു ദിവസം ചോദിച്ചു, ഒരു വെയിറ്റ് ലോസ് ഡ്രഗിനെ പറ്റി ഒരു നല്ല വീഡിയോ ആണ്, നിങ്ങളത് കണ്ടു നോക്ക്. അപ്പോൾ ഞാൻ ആ ഇൻഫർമേഷൻ നോക്കുമ്പം ഭയങ്കര നല്ല രീതിയിൽ സംസാരിക്കുന്നു. ഒരു പ്രൊഫഷണൽ ഡോക്ടറുടെ പോലെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ നോക്കുമ്പോൾ പുള്ളിക്കാരത്തി ഒരു ബാങ്കറാണ്. പുള്ളിക്കാരത്തി ഈ വിക്കിപീഡിയയിലും സോഷ്യൽ മീഡിയയിലും ചാറ്റ് GPT ഒക്കെ വായിച്ചിട്ടാണ് ഈ നല്ല മോഡുലേഷൻ ഉണ്ട്, നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാം. പക്ഷെ അതിൽ വീഴരുത്. ശരിക്കും പറഞ്ഞാൽ ഡോക്ടർമാര് 10-14 വർഷം പ്രാക്ടീസ് ചെയ്തിട്ട് ഈ മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ പുറത്ത് സ്റ്റഡി ചെയ്തിട്ട് വരുന്ന പബ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഇത് പറയുന്നത്. സോ ഒരിക്കലും ഒരാൾ കണ്ടിട്ട് ഒരു ഹെൽത്തിനെ പറ്റി സംസാരിക്കാൻ ഡോക്ടർമാരാകണമെന്നല്ല. പക്ഷെ ഇപ്പോൾ പല ആൾക്കാർ അതിനെ യൂട്ടിലൈസ് ചെയ്ത ആൾക്കാരെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി യു ഷുഡ് ഫൈൻഡ് ദ ലിങ്ക്. ഒരാൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഹെൽത്തിനെ പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ സോഴ്സ് കണ്ടുപിടിക്കണം. പുള്ളി ആരാണ്, എന്താണ്, പുള്ളിയുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, ഇതെല്ലാം മാറ്റർ ചെയ്യും. സോ ഒത്തിരി സോഷ്യൽ മീഡിയയിൽ ഇതിനെപ്പറ്റി ഒത്തിരി പല കാര്യങ്ങളുണ്ട്. എൻ്റെ അടുത്ത് പേഷ്യൻസ് വന്ന് പല ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഡോക്ടർമാരുടെ അടുത്തും ഇത്രയും സമയമില്ല ഇതെല്ലാം ക്ലാരിഫൈ ചെയ്യാൻ. അവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇരുന്നിട്ട് അപ്പം നിങ്ങളുടെ ത്രൂ ഇതൊരു വളരെ നല്ല കാര്യമായിരിക്കും ഇഫ് യു സ്പ്രെഡ് സം ജെന്യുവൻ ഇൻഫർമേഷൻ. അതാണ് ഡോക്ടർ തുടക്കത്തിൽ പറഞ്ഞു, അങ്ങനെ ഡിപ്പെൻഡ് ആണ്, ആളുകളെ വെച്ച് വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് തന്നെ വേണമെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് മാറാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന ഘടകങ്ങൾ എങ്ങനെയാണ്, ഏതൊക്കെയാണ്? ഈ വളരെ പ്രമേഹം വന്ന ഒരാൾക്ക് അധികം വലിയ സമയമില്ലാതെ തന്നെ ഈ പ്രമേഹം മാറാൻ സാധിക്കുമെങ്കിൽ അതിനുള്ള നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? മാം, ഇതൊരു റോക്കറ്റ് സയൻസ് അല്ല സത്യം പറഞ്ഞാൽ. ഈ ഷുഗർ ഇപ്പോൾ പ്രമേഹ രോഗം ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആണ്. ഇത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇതൊരു അളവ് തെറ്റായിരിക്കുകയാണ്. അളവ് തെറ്റായിക്കൊണ്ടിരുന്ന അസുഖങ്ങളുണ്ട്. നമ്മളെ ചെതൽ പോലെ നമ്മുടെ ഫർണിച്ചറിൽ മതിലൊക്കെ ബാധിച്ചാൽ നമ്മൾ അറിയത്തില്ല, ഒരു ദിവസം ഫർണിച്ചർ പൊട്ടി വീഴും. അതേപോലെ ഷുഗർ അൺകൺട്രോൾ ആണെങ്കിൽ നമ്മുടെ അസ്ഥികൾക്ക്, ഞരമ്പുകൾക്ക്, രക്തക്കുഴലുകൾക്ക് പോലും ഷുഗർ ബാധിക്കാറുണ്ട്. പക്ഷേ ഒരു ഇനീഷ്യലി
ഒരു ജസ്റ്റ് ഒന്ന് ഡയബറ്റീസിൻ്റെ തുടക്കമാണെങ്കിൽ ഞങ്ങൾ പറയുന്നത് 50% ഡയറ്റ്, 50% ഡയറ്റാണ്, 25% എക്സസൈസ്, പിന്നെ 25% മനസ്സമാധാനമാണ്. സ്ട്രെസ് ലെവൽ നമ്മൾ ഒരിക്കലും സംസാരിക്കാത്തതും ഒരു കാര്യമാണ് ഈ സ്ട്രെസ് ലെവൽ. എല്ലാവരും പറയും എന്താ കഴിക്കേണ്ടത്, ഷുഗർ കുറയ്ക്കാൻ വേണ്ടി എന്താ കഴിക്കേണ്ടതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. പക്ഷെ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴാണ് കഴിക്കേണ്ടത്. അതുമാത്രമല്ല, അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് 7-8 മണിക്കൂർ കണ്ടിന്യൂസ്ലി സ്ലീപ്പ്. ഇടയ്ക്ക് ചില ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് എണീക്കാറുണ്ട്. അത് അവർ അതിനെ ഒരു നോർമൽ ലൈഫായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഈ ഇടയ്ക്ക് എണീക്കുമ്പം നമ്മുടെ മെറ്റബോളിസം ഡിസ്റ്റർബ് ആകുന്നുണ്ട്. നമ്മുടെ സെൽസ് ഒക്കെ ഈ അപ്പോപ്റ്റോസിസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പുതിയ സെൽസ് ജനിക്കുന്നു, പഴയ സെൽസ് അങ്ങനെ പോകുന്നു, മരിക്കുന്നു. അപ്പം ആ പ്രോസസ്സ് ശരിക്കും പറഞ്ഞാൽ രാത്രിയിലാണ്, നമ്മുടെ ഉറക്കത്തിലാണ് ഇതൊക്കെ ജനറേറ്റ് ആകുന്നത്. സോ ഇതൊക്കെ ഡിസ്റ്റർബ് ആകും നമ്മുടെ ഉറക്കത്തിൽ. സോ ഈ മനസ്സമാധാനം അല്ലെങ്കിൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ പല പഠനങ്ങളും നടത്തിയിട്ടുണ്ട്. ഇപ്പം ഒരു സ്ട്രെസ് ലെവൽ കൂടുതലാണെങ്കിൽ രാവിലെ നമ്മുടെ ഷുഗർ ഹൈ ആയിരിക്കും. സോ അതേപോലെ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ മെയിൻലി എൻകറേജ് ചെയ്യുന്നത്: ഡയറ്റ്, എക്സസൈസ് ആൻഡ് പ്രോപ്പർ സ്ട്രെസ് ഫ്രീ ലൈഫ്. ഇപ്പം ഈ പറഞ്ഞതിൽ നിന്ന് ഞാൻ ചോദിക്കുകയാണ്, ഈ ഹെറിഡിറ്ററി ആയിട്ട് ഈ ഷുഗർ വരുന്നത് ഒരുപാട് പേർക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒരു പ്രധാന ഘടകം തന്നെയല്ലേ ഇതിൽ? യെസ്, ഡെഫിനറ്റ്ലി പൈതൃകം അല്ലെങ്കിൽ ഹെറിഡിറ്ററി ഡയബറ്റീസ് ഒരു ഘടകമാണ്. പക്ഷേ അതിനെയും നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. ഇതിനെ മോഡിഫൈ എങ്ങനെ ചെയ്യാൻ പറ്റും? ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ ഫാദറിന് സ്പൈസ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ ഇപ്പം എൻ്റെ കൊച്ചാണെങ്കിൽ അവന് സ്പൈസ്, 7 വയസ്സുള്ള കൊച്ചാണ്, അവന് സ്പൈസ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും അപ്പം എനിക്കൊരു പെപ്റ്റിക് അൾസർ അല്ലെങ്കിൽ ഒരു ഗ്യാസ്ട്രിക് അൾസർ ഉണ്ടായാൽ ഞാൻ എൻ്റെ കൊച്ചിലെ തൊട്ട് ഞാൻ അവൻ്റെ ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ ആ കൊച്ചിന് പെപ്റ്റിക് അൾസർ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പക്ഷേ സിൻസ് ഐ ഹാവ് പെപ്റ്റിക് അൾസർ, ആ കൊച്ചിനും അതേപോലെ തന്നെയാണ് ഡയബറ്റീസിന്. ഒരു ഷുഗർ ഉള്ള ജനറ്റിക്കലി ഒരു ഫാമിലിക്ക് ഒരു ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് പിള്ളേർക്ക് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പക്ഷെ നമ്മൾ ആദ്യം തന്നെ ഇതിനെയാണ് പ്രീ മോഡിയൽ കെയർ എന്ന് പറയുന്നത് നമ്മൾ മെഡിസിനിൽ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പിള്ളേരുടെ ഒരു ലൈഫ് സ്റ്റൈലും അവരുടെ ഡയറ്റും എല്ലാം ഒന്ന് മോഡിഫൈ ചെയ്ത് ഒത്തിരി അങ്ങ് റെസ്ട്രിക്ഷൻ കൊടുക്കണ്ട, പക്ഷെ ഇച്ചിരി ഒരു കണ്ണ് വെക്കുക. അങ്ങ് അൺലിമിറ്റഡ് ആയിട്ട് ചില ആൾക്കാർ ഡെസേർട്ട്സും സ്വീറ്റ്സും ഈ പ്രോസസ്ഡ് ഫുഡ് കൊടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി അത് ജനറ്റിക്കിനെക്കാട്ടിലും കൂടുതൽ കാരണം ഈ പ്രോസസ്ഡ് ഫുഡ് കാരണമാണ്. സോ വി ക്യാൻ ആക്ച്വലി ട്വിസ്റ്റ്. നമ്മളൊരു ജനറ്റിക് ആണെങ്കിലും നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്കത് ആദ്യം തന്നെ ഇച്ചിരി കെയർ കൊടുത്താൽ അങ്ങനെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ ഡോക്ടർ പറഞ്ഞല്ലോ നേരത്തെ ഡയറ്റ്, എക്സസൈസ് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട പറഞ്ഞല്ലോ. അപ്പോൾ ഞാനൊരു സംശയം ചോദിക്കണം. അതായത് ഈ ടൈപ്പ് 2 പ്രമേഹമുള്ള ഒരാൾ, നല്ല വണ്ണമുള്ള അല്ലെങ്കിൽ വ്യായാമവും ഭക്ഷണക്രമവും ഒക്കെ പാലിക്കുന്ന ഒരാളാണ്, ആൾക്ക് രോഗം മാറാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഒരു പൊണ്ണത്തടി അല്ലെങ്കിൽ വണ്ണം ഒരു ഡയബറ്റീസ് ഉണ്ടാകാനുള്ള വളരെ ഒരു ഹൈ പോസിബിലിറ്റിയാണ്. ഒരു വണ്ണമുള്ള ആൾക്ക് ഡയബറ്റീസ് ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇപ്പം ഒരാൾക്ക് തടി കൂടുതലാണ്, ഒരു BMI ഒരു 30-32 കൂടുതൽ BMI ഉള്ള ആൾക്ക് നമ്മൾ വെയിറ്റ് ശരിക്കും ഒരു 10 കിലോ ഒക്കെ വെയിറ്റ് കുറഞ്ഞാൽ തന്നെ മരുന്നുകളുടെ ഡിമാൻഡ്, ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂടും. മരുന്നുകൾ നമുക്ക് കുറച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെ തന്നെ നമ്മൾ ഒത്തിരി പേരുടെ മരുന്ന് പകുതിയാക്കി കൊടുത്തിട്ടുണ്ട് വണ്ണം കുറയുമ്പോൾ തന്നെ. ഈ ഡയബറ്റീസ് റിവേഴ്സലിനെ പറ്റി നമ്മളിപ്പോൾ എല്ലാവരും സംസാരിക്കാറുണ്ട്. ഡയബറ്റീസ് റിവേഴ്സൽ ശരിക്കും പറഞ്ഞാൽ അതൊരു കറക്റ്റ് ടേം അല്ല. ഇറ്റ് ഈസ് കോൾഡ് ഡയബറ്റീസ് റെമിഷൻ. ഇപ്പോൾ ഡയബറ്റീസ് റെമിഷൻ എന്ന് പറഞ്ഞാൽ കുറേ നാളത്തേക്ക് നമ്മൾ മരുന്നില്ലാതെ കൊണ്ടുപോകാൻ പറ്റും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആൻഡ് ഡയറ്റ്. സോ ഡെഫിനറ്റ്ലി നമ്മളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ വണ്ണമൊക്കെ കുറഞ്ഞാൽ തന്നെ നമുക്ക് മരുന്നുകൾ നിർത്താനും പറ്റും. അതായത് ഈ മരുന്നിനേക്കാളും വ്യായാമവും ഭക്ഷണക്രമവും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണെന്നല്ലേ? അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ലൈക്ക് സീ എവരിതിങ് ഹാസ് ഇറ്റ്സ് ഓൺ വാല്യൂ. യെസ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഷുഗർ ഡിറ്റക്ട് ചെയ്തിട്ട് മരുന്ന് കഴിക്കാതെ തന്നെ ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രോഗം മാറാൻ സാധ്യതയുണ്ടോ? മാം, ഇപ്പം ഞങ്ങൾ ഫിസിഷ്യൻസ് ഞങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമല്ല പറയുന്നത്. നമ്മൾ പല പഠനങ്ങളും പല പബ്ലിക്കേഷൻസും വായിച്ചിട്ട് കണ്ടിട്ട് ഇത് ലക്ഷങ്ങൾ ആൾക്കാരുടെ പുറത്ത് ചെയ്ത പഠനങ്ങളാണ് നമ്മൾ പറയുന്നത്. സോ ADAയുടെ അമേരിക്കൻ ഡയബറ്റീസ് അസോസിയേഷൻ്റെ ഒരു ഗൈഡ് ലൈൻ പറയുന്നത്, നമ്മൾ ഏർലി സ്റ്റേജിൽ തന്നെ മരുന്ന് തുടങ്ങിയാൽ നമുക്ക് ഫ്യൂച്ചറിൽ മരുന്ന് മരുന്ന് നിർത്താനുള്ള സാധ്യതകൾ കൂടുതലാണ്. ശരിക്കും പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡയറ്റും ലൈഫ് സ്റ്റൈലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഒരു ഡയബറ്റീസ് തുടങ്ങുന്നത് എങ്ങനെയാണ്? ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻസുലിൻ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുക നമ്മുടെ പാൻക്രിയാസിൻ്റെ അടുത്ത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വരുമ്പം
നമുക്ക് അതിനെ സെൻസിറ്റൈസ് ചെയ്യാൻ വേണ്ടി മരുന്നുകൾ ഏർലി സ്റ്റേജിൽ വളരെ സേഫ്, നമ്മൾ പണ്ടത്തെ പോലത്തെ മരുന്നുകളല്ല. പണ്ട് നമ്മൾ നോക്കിയയുടെ ഫോണും ഇപ്പോഴത്തെ സ്മാർട്ട് ഫോണിലും വ്യത്യാസമില്ലേ, അതേപോലെ ഇപ്പോഴത്തെ മരുന്നുകൾ വളരെ ഗുണമുള്ള മരുന്നുകളാണ്. ഞാനൊരു പർട്ടിക്കുലർ ബ്രാൻഡ് പറയുന്നില്ല, ദാറ്റ് യു ഹാവ് ടു കൺസൾട്ട് വിത്ത് യുവർ ഫിസിഷ്യൻ. പക്ഷേ ഇപ്പോഴത്തെ മരുന്നുകൾ ഒത്തിരി ഗുണമുള്ള സേഫ് മരുന്നുകളാണ്. സോ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, നമ്മൾ മരുന്ന് കഴിച്ചാൽ കിഡ്നിക്ക് വല്ലതും പറ്റുമോ, ലിവറിന് വല്ലതും പറ്റുമോ. സത്യം പറഞ്ഞാൽ ഷുഗർ കാരണമാണ് കിഡ്നിക്കും ലിവറിനും ഡാമേജ് ചെയ്യുന്നത്. മരുന്നുകൾ അതിനെ തടയാൻ വേണ്ടിയുള്ളതാണ്. സോ ഇനീഷ്യലി ഒരു ഏർലി ഒരു ബേസിക് സിമ്പിൾ ഒരു മരുന്ന് കഴിച്ചാൽ തന്നെ നമുക്കത് എളുപ്പമാണ് അതിനെ നിർത്താൻ വേണ്ടി ഫ്യൂച്ചറിൽ. സോ ഐ വുഡ് എൻകറേജ് എക്സസൈസ്, ഡയറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഒരു പരിധി വിട്ട് ഷുഗർ കൂടിയ ഒരു 200-ന്റെ അബോ ഒക്കെ ഷുഗർ ആണെങ്കിൽ ഒരു ഇനീഷ്യൽ ഒരു ചെറിയ ഡോസ് മരുന്ന് കഴിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ മരുന്നിൻ്റെ കാര്യം ചോദിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ മരുന്നാണോ ഗുളികയാണോ ഇൻസുലിനാണോ നല്ലത്? അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ, ആ ഒരു ചോദ്യത്തിന് എന്താണ് മറുപടി? ഇറ്റ് ഡിപ്പെൻഡ്സ് പേഴ്സൺ ടു പേഴ്സൺ. സി, ഒരു കാലം ഉണ്ടായിരുന്നു ഇൻസുലിൻ വാസ് ദ സേഫസ്റ്റ്. നൗ there are more beneficial. എനിക്കൊന്നും ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യം കൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു. കാരണം ഈ ഗുളിക കഴിക്കുമ്പോൾ, ടാബ്ലറ്റ് കഴിക്കുമ്പോൾ നമുക്കത് ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവും എന്നുള്ളൊരു ധാരണ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഒരുപാട് ആളുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലേ ഇൻസുലിനാണ് അതിലും ഭേദം എന്ന് കരുതുന്ന ആളുകൾ എന്ന് എനിക്ക് തോന്നുന്നു. ചില പേഷ്യൻസ് നമ്മൾ ഇൻസുലിൻ ഇല്ലാതെ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ ഉണ്ടാകുന്നില്ല പാൻക്രിയാസിന്റെ അകത്ത്. ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ കുറവാണ്, പക്ഷെ ഉള്ള ഇൻസുലിനും വീക്കായിരിക്കുകയാണ്. സോ അവർക്ക് ടാബ്ലറ്റ്സിലേക്ക് പോകുന്ന കൊണ്ട് പ്രശ്നമില്ല. ആൻഡ് ഇനീഷ്യലി പിന്നെ ചില റെസിസ്റ്റൻസ്, ഇപ്പോൾ ചില പേഷ്യൻസ് വരാറുണ്ട് ഒത്തിരി ഓറൽ ടാബ്ലറ്റ്സ് കൊണ്ട്. ഓറൽ ടാബ്ലറ്റ്സിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അവർക്ക് ഒട്ടും എക്സസൈസും ഡയറ്റും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അവർക്കൊരു വൂണ്ട് ഉണ്ട്. അവർക്കൊക്കെ ഇൻസുലിൻ വളരെ നല്ലതാണ്. പക്ഷേ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇൻസുലിൻ നല്ലതാണ്, പക്ഷേ ഇപ്പം ഇൻസുലിൻ്റെ സെയിം ബെനിഫിറ്റ്സ് ഉള്ള ഓറൽ ടാബ്ലറ്റ്സും അവൈലബിൾ ആണ്. SGLT2, GLP-1 റിസപ്റ്റേഴ്സ് പോലെ പല നല്ല ഗുണമുള്ള മരുന്നുകൾ ഉണ്ട് ഇപ്പം. സോ യെസ്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ. ഇപ്പം നാളെ ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്ന് പറയാം എനിക്ക് ഇൻസുലിൻ വേണ്ട, ടാബ്ലറ്റിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആദ്യം പേഷ്യൻ്റെ ഹിസ്റ്ററി നോക്കിയിട്ട് എത്ര കാലം കൊണ്ട് ഷുഗർ ഉണ്ട്, എന്തൊക്കെ അസോസിയേറ്റഡ് കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ ടാബ്ലറ്റ്സിലേക്ക് മാറുന്നത്, അല്ലെങ്കിൽ ഇൻസുലിൻ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത്. ഈ ഫുഡ് ഹാബിറ്റ് അത് തന്നെയാണല്ലോ മിക്ക രോഗങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വില്ലൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലത്ത് നമുക്കറിയാം, ഇപ്പോഴത്തെ ആളുകളുടെ യുവാക്കൾക്കിടയിലെ ഈ ഫുഡ് ഹാബിറ്റ് ഒക്കെ ഏത് തരത്തിലാണ്? പണ്ടുള്ളത് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. കഴിക്കുന്ന ഭക്ഷണത്തിനായാലും സമയത്തിനായാലും ഒക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ തന്നെ ഈ യുവാക്കൾക്കിടയിൽ പ്രമേഹം ഇപ്പോൾ കൂടി വരുന്നുണ്ടോ? അങ്ങനെയുള്ള ആളുകൾക്ക് വളരെ പെട്ടെന്ന് രോഗം മാറാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അതിൻ്റെ പരിമിതികളും വെല്ലുവിളികളും അതെന്തൊക്കെയാണ്? ഞാൻ ഇതിൽ ഒരു പ്രൊഫഷണൽ രീതിയിലല്ല, ഞാനൊരു കാഷ്വൽ വേയിൽ സംസാരിക്കണം. എൻ്റെ പേരൻസ് മലബാർ കണ്ണൂർ സൈഡിലാണ്. അപ്പം പേരപ്പന്മാരൊക്കെ എല്ലാവരും 90 വയസ്സ് പ്ലസ് ആണ്, ഇരുമ്പ് പോലെ ഇരിക്കുകയാണ്. പക്ഷെ അവരുടെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളത്, അവരൊരു 7-7:30 ഫുഡ് കിട്ടിയില്ലെങ്കിൽ ദേഷ്യപ്പെടും. സോ ആ ഒരു ജനറേഷൻ അവർ അത്രയും മസ്കുലർ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു. അത്രയും ടൈമിൽ ഞാൻ ഈ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫുഡ് ഓൺ ടൈം. സോ ഈ കൃത്യം ടൈമിൽ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മെറ്റബോളിക് ഹെൽത്തിന് വേണ്ടിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേറെ ഇപ്പം നമ്മുടെ കാരണവന്മാരാണെങ്കിലും അവർ കഴിക്കുന്ന ആഹാരമാണ് ഫോളോ ചെയ്യുന്നത്, പക്ഷെ അവർ നല്ല മസ്കുലർ വർക്കൗട്ട് എടുത്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. പറമ്പിൽ പോയി കശുമാങ്ങ പറിക്കുന്നു, റബ്ബർ ഷീറ്റ് എടുക്കുന്നു, ഇതേപോലത്തെ അഗ്രികൾച്ചറൽ വർക്ക്. ഇപ്പം നമ്മുടെ വല്യമ്മച്ചിമാരാണെങ്കിലും 10-20 പേർക്ക് വേണ്ടി 3 നേരം ഭക്ഷണം ഉണ്ടാക്കുന്നു, കിണറിൽ നിന്ന് വെള്ളം എടുക്കുന്നു. സോ ദേ വർ ഡൂയിങ് ലോട്ട് ഓഫ് മസ്കുലർ വർക്കൗട്ട്. നമ്മൾ ഈ സെയിം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് വേറെ റൂമിൽ പോയിട്ട് റീൽസ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വായിക്കുന്നത്. സോ മസ്കുലർ വർക്കൗട്ട് ഒത്തിരി കുറഞ്ഞു പോയിട്ടുണ്ട് നമ്മുടെ. പക്ഷേ ആഹാരം അത് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. പ്രോട്ടീൻ ഇൻടേക്ക് വളരെ കുറവാണ്. എസ്പെഷ്യലി മാം ഈ ചോദിച്ച കാരണം ഞാൻ ഡൈവേർട്ട് ആകുന്നില്ല. ഇപ്പം ന്യൂ ജെൻ, നമ്മുടെ ഈ ജനറേഷനിൽ ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് ഇപ്പം നമ്മൾ കാണുന്നുണ്ട്. 30 വയസ്സ് 40 വയസ്സിലൊക്കെ വളരെ കോമൺലി ഡയബറ്റീസ് വരുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം പ്രോസസ്ഡ് ഫുഡ്, അൺടൈംലി ഫുഡ്. ഇപ്പം ഏറ്റവും കൂടുതൽ IT സെക്ടറുടെ ആൾക്കാരൊക്കെ അമേരിക്കൻ ടൈമിനനുസരിച്ചൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു ടൈമിൽ അവരുടെ ടൈം തെറ്റും, വിച്ച് ഈസ് അഗെയിൻ ബാഡ് ഫോർ ദ മെറ്റബോളിസം. സോ ടൈമിൽ ഫുഡ് കഴിക്കുന്നത്, മസ്കുലർ വർക്കൗട്ട് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ രോഗം മാറുന്നതിൻ്റെ കാര്യം ഞാൻ നേരത്തെ ചോദിച്ചാൽ അതിൻ്റെ ഒരു പരിമിതികളും വെല്ലുവിളികളും എന്തൊക്കെയാണ്? ഡയബറ്റീസ് റിവേഴ്സൽ, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഒരു ഡയബറ്റീസ് റെമിഷനെ പറ്റി, ഇപ്പൊ രോഗം മാറണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ടൈപ്പ് 2 ഡയബറ്റീസിലാണ് ഇത് പോസിബിൾ ഉള്ളത്. ലൈക്ക് കുറെ നാളത്തേക്ക് നമുക്ക് മരുന്നില്ലാതെ പോകാൻ പറ്റും. പക്ഷെ അതിലും ഒരു വലിയ ചലഞ്ച്, വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് കൺസിസ്റ്റൻസി. നമ്മൾ ഒരു ഞാൻ കുറെ രാജ്യങ്ങളിൽ, വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ കിട്ടി. നമ്മൾ ഇന്ത്യൻസ് എല്ലാ രീതിയിലും എല്ലാത്തിലും
വി ആർ മച്ച് ബെറ്റർ ദൻ എനി വൺ. പക്ഷെ ഒരു കാര്യം എനിക്ക് ശ്രദ്ധിക്കാനുള്ളത്, നമ്മളൊരു മോണോട്ടോണസ് ലൈഫ്, ഒരു കൺസിസ്റ്റൻസി ഇല്ല നമുക്ക്. ഇപ്പോൾ ഞാൻ എക്സസൈസ് പറയുമ്പം എല്ലാവരും പറയുന്നത് ഞാൻ എക്സസൈസ് ചെയ്യാറുണ്ടായിരുന്നു. സോ നമ്മളൊരു കാരണം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. സോ കൺസിസ്റ്റൻസി ഈസ് ദ കീ. ഇപ്പോൾ നമ്മൾ ഡയറ്റ് ആണെങ്കിലും എക്സസൈസ് ആണെങ്കിലും സ്ഥിരമായിട്ട് അതിനെ ഫോളോ ചെയ്യാൻ തുടങ്ങിയാൽ തന്നെ നമുക്ക് വ്യത്യാസം നമ്മുടെ ശരീരത്തിൽ വരും. നമ്മൾ പെട്ടെന്ന് ബോറടിക്കും. നമ്മളൊരു കറങ്ങാൻ പോയിട്ട് വരുമ്പം തന്നെ, ഒരു പിക്നിക്, ഒരു ഫാമിലി ആയിട്ടൊരു ട്രിപ്പ് പോയിട്ട് വരുമ്പോൾ തന്നെ നമ്മളെല്ലാം തെറ്റും. സോ ആ ഹെൽത്തിനെ പ്രയോറിറ്റൈസ് ചെയ്യുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. പിന്നെ ഈ പറഞ്ഞ ഒരു നല്ലൊരു സോഷ്യൽ ലൈഫ്, ഈറ്റിംഗ് ഓൺ ടൈം, അഗെയിൻ ഞാൻ ഐ എം റിപ്പീറ്റിംഗ് ദ സെയിം തിങ്. ആൻഡ് അങ്ങനെയൊക്കെ ഒരു കൺസിസ്റ്റൻസി ആണ് ഇതിൽ എനിക്ക് ഏറ്റവും വലിയ എൻ്റെ പേഷ്യൻസിന് ഒരു ചലഞ്ച്. കാരണം എല്ലാവർക്കും എല്ലാം അറിയാം, നമുക്ക് എന്താ കഴിക്കേണ്ടത്, എന്താ എക്സസൈസ് ചെയ്യേണ്ടത് ഒക്കെ അറിയാം. പക്ഷെ ആകെ ഇതിലൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി ഇല്ല. ഇച്ചിരി നാൾ ചെയ്യും, പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യും. ദാറ്റ് മീൻസ് നമ്മുടെ ഹെൽത്തിനുമായിട്ട് ഒരു പ്രയോറിറ്റി ഇല്ല, നമ്മൾ ഹെൽത്തിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നില്ല. അതാണ് ഇതിൻ്റെ മെയിൻ ഒരു ചലഞ്ച് എന്ന് എനിക്ക് തോന്നുന്നത്. ഇനി ഈ പ്രമേഹ രോഗികൾ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം എനിക്ക് തോന്നുന്നു ഭക്ഷണ കാര്യത്തിലാണ്. ഇപ്പോൾ ഭക്ഷണം കൃത്യമായ സമയത്തെന്ന് ഡോക്ടർ പറഞ്ഞു, അതുപോലെ തന്നെയാണല്ലോ ഭക്ഷണക്രമം. അതെങ്ങനെയാണ് അവരുടെ ഒരു ഡയറ്റ്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണമാണ് ഈ ഷുഗറുള്ള പേഷ്യൻസ് കഴിക്കാൻ പാടില്ല? ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഒരു യൂണിവേഴ്സൽ ഡയറ്റ് ഇല്ല. ഇപ്പൊ നമ്മൾ പല ഡയറ്റുകൾ ഉണ്ട്, ചില ആൾക്കാർ ഫോളോ ചെയ്യാറുണ്ട്. ദാറ്റ് ഇസ് വെരി ഡേഞ്ചറസ്. ഇപ്പൊ ചില ആൾക്കാർക്ക് കീറ്റോ ഡയറ്റ് എന്നൊക്കെ ഡയറ്റ് പറഞ്ഞാൽ അവർക്ക് ലൈഫ് ത്രെറ്റനിങ് ആയിരിക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ചില സെലിബ്രിറ്റീസ് ഒക്കെ കൊലാപ്സ് ആയി പോയത് ഈ ഡയറ്റ് യൂസ് ചെയ്തിട്ട്, മറ്റേ ഡയറ്റ് യൂസ് ചെയ്തിട്ട്. ശരിക്കും പറഞ്ഞാൽ മെഡിക്കലി ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ വി ഡോണ്ട് അഡ്വൈസ് മോർ ദാൻ 21 days. പിന്നെ ഞാൻ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത്, നിങ്ങൾ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക വിച്ച് യു ക്യാൻ ഫോളോ ത്രൂ ഔട്ട് യുവർ ലൈഫ്. നിങ്ങളൊരു 20 ദിവസം ഒടുക്കത്തെ ഡയറ്റ് എടുത്തിട്ട് പിന്നെ നിങ്ങൾ ആ ലൈഫ് സ്റ്റൈലിലേക്ക് പോകുമ്പോൾ തിരിച്ച് വണ്ണം വെക്കും, തിരിച്ച് ഷുഗർ കൂടും. സോ ഐ വുഡ് ഓൾവേസ് സേ യു പ്രോപ്പർ ബാലൻസ്ഡ് ഡയറ്റ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ സീക്രട്ട് ഡയറ്റ് എന്ന് പറഞ്ഞാൽ. കൃത്യം ടൈമിൽ ഭക്ഷണത്തിൻ്റെ കൂടെ 3 പിടി ചോറും 1 പിടി കറിയാണ് സാധാരണ നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ പകരം 3 പിടി കറി എടുക്കുക, 2 പിടി ചോറ് എടുക്കുക. സാലഡ് മാൻഡേറ്ററി ആയിട്ട്, ഇഫ് പോസിബിൾ ബ്രേക്ക്ഫാസ്റ്റിൽ പോലും സാലഡ് ആഡ് ചെയ്യാം. ഇതുകൊണ്ട് ഒരു ബാലൻസ് ഡയറ്റ് ആകും, ഇനഫ് പ്രോട്ടീൻ കിട്ടും, ആൻഡ് യു വിൽ ബി അറ്റ് ദ പീക്ക് ഓഫ് യുവർ ഹെൽത്ത്. ഒരുപാട് വർഷമായിട്ട് ഷുഗർ പേഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളെ എനിക്കറിയാം. അവർ ഇൻസുലിൻ കുറേ വർഷമായിട്ട് തന്നെ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഉള്ളൊരു സംശയം, ഈ ഷുഗർ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഒരിക്കലും മാറില്ല, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഇപ്പോൾ ഉണ്ടല്ലോ. അതും ഈ പറഞ്ഞ പോലെ ഓരോരുത്തരെ അനുസരിച്ചാണോ, അവരുടെ ഒരു ഷുഗർ എത്രത്തോളം ഉണ്ട് എന്നുള്ള അനുസരിച്ചാണോ, അല്ലെങ്കിൽ തന്നെ ഒരു ഈ ഭക്ഷണം ഒക്കെ കഴിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു കൺട്രോൾ കൊണ്ട് ഈ ഷുഗർ കൺട്രോൾ ചെയ്യാൻ മാത്രമാണോ പറ്റുന്നത്? കുറേ നാൾ കൊണ്ട് ഷുഗർ ഉള്ള ആൾക്കാർക്ക്, ഇപ്പോൾ ഒത്തിരി വർഷങ്ങൾ, ഒരു 10-12 വർഷം കൊണ്ട് ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് നമ്മൾ ശരിക്കും മരുന്ന് നിർത്തി കൊടുക്കാൻ പാടാണ്. ഒരു ഡയബറ്റീസ് റെമിഷൻ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ വളരെ പാടാണ്. കാരണം അവരുടെ ഇൻസുലിൻ അത്രയും റെസിസ്റ്റൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഈ ഏർലി ഡയബറ്റീസ്, ഈവൻ ഒരു 2 വർഷം മുമ്പ് ഡയബറ്റീസ് ഡിറ്റക്റ്റ് ആയ ആൾക്കാർക്ക് പോലും മരുന്നുകൾ നമ്മൾ നിർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ കുറേ നാളത്തേക്ക് നമ്മൾ നിർത്തി കൊടുക്കാൻ പറ്റും വിത്ത് പ്രോപ്പർ ഡയറ്റ്, ലൈഫ് സ്റ്റൈൽ ആൻഡ് എക്സസൈസ്. പക്ഷേ ഇപ്പോൾ ഒത്തിരി നാളുള്ള ആൾക്കാർക്ക് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ ഒരു 4-5 മരുന്ന് എടുക്കുന്ന നമുക്ക് ഓഫ് ലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പം 4-5 ടൈപ്പ് മരുന്ന് എടുക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ഒരു ലൈഫ് സ്റ്റൈലും ഇത് ഇമ്പ്രൂവ് ചെയ്തിട്ട് ഒരു ഡയറ്റ് പ്ലാൻ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവരുടെ മരുന്നുകൾ കുറയ്ക്കാൻ പറ്റും. അത് തന്നെ അവരുടെ ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പല ആൾക്കാർ വരുന്നത് എപ്പോഴെപ്പോഴും മൂത്രമൊഴിക്കാൻ പോകുന്നു, കൈയും കാലും തരിപ്പ് വരുന്നു, ഉണങ്ങുന്നു, ക്ഷീണം, തളർച്ച, കിതപ്പ്, ഇതൊക്കെ ഉണ്ടാകുന്ന ആൾക്കാർക്ക് നമ്മൾ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. സോ ഡെഫിനറ്റ്ലി ഏത് ഏജ് ആണെങ്കിലും ലൈഫ് സ്റ്റൈൽ, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഭക്ഷണം ക്രമീകരിച്ചിട്ട്, ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ 3-4 വർഷമായിട്ട് ഷുഗറുള്ളൊരു ആൾക്ക് ഇൻസുലിൻ എടുക്കുന്നുണ്ട്, ആവശ്യമെങ്കിൽ ഗുളികയും കഴിക്കുന്ന ഒരാൾ ഭക്ഷണം ക്രമീകരിക്കുമ്പോൾ ഷുഗർ ലെവൽ നോർമൽ ആവുന്നുണ്ട്. ആ സമയത്ത് പക്ഷേ ഇൻസുലിൻ നിർത്താനോ അല്ലെങ്കിൽ ഗുളിക നിർത്താനോ അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നതാണോ? ഇത് ഡിപ്പെൻഡ് ചെയ്യും നമ്മൾ എന്തുകൊണ്ടാണ് ഇൻസുലിൻ തുടങ്ങിയിട്ടുണ്ടെന്ന്. ഇപ്പൊ സപ്പോസ് ഒരാൾക്കൊരു കിഡ്നിക്ക് വീക്ക്നെസ് ഉണ്ട്, ഒരു റീനൽ ഫെയിലിയർ ഉള്ള ആളാണെങ്കിൽ അവരെ ഒരിക്കലും നമുക്ക് ഇൻസുലിനിൽ നിന്ന് ഓറൽ ടാബ്ലറ്റ്സിലേക്ക് മാറ്റാൻ പാടില്ല. പക്ഷേ ഒരു നോർമൽ ഒരു 4-5 വർഷം കൊണ്ട് ഇൻസുലിൻ എടുക്കുന്ന ആൾക്കാർ ദേ മൈറ്റ് ഗെറ്റ് ഡയബറ്റീസ് ബേൺ ഔട്ട് എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. ഇത് എല്ലാ ദിവസവും ഇൻസുലിൻ കുത്തി അല്ലെങ്കിൽ ഭയങ്കര സ്ട്രിക്ട്ലി ലൈഫ് സ്റ്റൈൽ നോക്കി എല്ലാ ദിവസവും ഷുഗർ നോക്കുന്ന ആൾക്കാർ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഇച്ചിരി ചില വഴികൾ പറഞ്ഞു കൊടുത്താൽ അവരുടെ ലൈഫ് ഈസി ആകും. എപ്പോഴെപ്പോഴും ഷുഗർ നോക്കേണ്ട ആവശ്യം വരത്തില്ല.
അത് മാത്രമല്ല അവരുടെ ഇനീഷ്യലി ഒരു 4-5 വർഷം മുമ്പ് എടുത്ത ഇൻസുലിൻ ആണെങ്കിൽ നമുക്കതിനെ ഓറൽ ടാബ്ലറ്റ്സിലേക്ക് മാറ്റാനും പറ്റും. സോ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് പോസിബിൾ. പക്ഷേ ഡിപ്പെൻസ് എന്തുകൊണ്ടാണ് ഇൻസുലിൻ തുടങ്ങിയത്. ഇപ്പോൾ ഒരു ഡയബറ്റിക് ഫുട്ടോ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് ഇൻസുലിൻ ഈസ് വെരി ഗുഡ് ഓപ്ഷൻ. ഈ പ്രമേഹ നിയന്ത്രണവും പ്രമേഹം മാറ്റിയെടുക്കുന്നതും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം എന്താണ്? ഡയബറ്റീസ് കൺട്രോൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഏർലി ഡയബറ്റീസ് ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ഡയറ്റ്, ഒരു ഡയബറ്റീസ് റിവേഴ്സൽ, എക്സസൈസ്, അതിന് പല രീതികളും പല വഴികളുണ്ട്. നമ്മളത് പറഞ്ഞു കൊടുത്തിട്ട് ഒരു ആർക്കിടെക്ചറൽ വർക്ക് പോലെ ഒരു ടൈലർ മെയ്ഡ് ഡയറ്റ് പ്ലാനും എല്ലാം പറഞ്ഞു കൊടുത്താൽ ആ പേഴ്സൻ്റെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് നമ്മളത് പറഞ്ഞു കൊടുത്താൽ ഡെഫിനറ്റ്ലി ഇച്ചിരി നാൾ കഴിഞ്ഞിട്ട് ഡയബറ്റീസ് റിമിഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ ഇപ്പോൾ ഒത്തിരി നാൾ കൊണ്ടുള്ള ഡയബറ്റീസ് ആണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ മരുന്നുകൾ കുറയ്ക്കാൻ പറ്റും, പക്ഷേ അവരെ ഡയബറ്റീസ് റെമിഷനിലേക്ക് അല്ലെങ്കിൽ മരുന്നുകൾ നിർത്താനുള്ള സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ വളരെ പാടാണ്. ബട്ട് അഗെയിൻ ഇറ്റ്സ് എ ഹ്യൂമൻ ബോഡി. എന്തും പോസിബിൾ ആണ്. നമ്മുടെ ഇമെൻസ് എബിലിറ്റി ഉള്ളൊരു ശരീരമാണ് മനുഷ്യ ശരീരം. അവസാനമായിട്ടൊരു കാര്യം കൂടി, ഈ പ്രമേഹം മാറ്റിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നൽകാനുള്ള പ്രധാനപ്പെട്ട സന്ദേശം എന്താണ്? ഞാൻ ആദ്യം തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഡയബറ്റീസ് ബേൺ ഔട്ട് എന്ന് പറഞ്ഞാൽ ഈ പ്രമേഹ രോഗമുള്ള ആൾക്കാരങ്ങ് പെട്ടെന്ന് ഡിപ്രഷൻ ആകും, സ്ട്രെസ് വരും. സോ ഇതൊരു അസുഖമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു അസുഖമല്ല, ഇതൊരളവ് തെറ്റായിരിക്കുകയാണ്. അളവ് തെറ്റായിക്കൊണ്ടിരുന്ന നമ്മുടെ ആയുസിനോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലിക്ക് ഒരിക്കലും ഒരു ബാധ്യത വരത്തില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഹാവ് എ പോസിറ്റീവ് മൈൻഡ് സെറ്റ്, ഹാവ് ഫുഡ് ഓൺ ടൈം, ഹാവ് ട്രീറ്റ്മെൻറ്റ്. നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്ക് തന്ന ട്രീറ്റ്മെൻറ്റ് റിലീജിയസ്ലി ഫോളോ ചെയ്യുക. ഞാൻ എൻ്റെ അടുത്ത് ചില പേഷ്യൻസ് വരും കഴിക്കാൻ മറന്നുപോയി, കാരണം ആർക്കും മരുന്ന് കഴിക്കാൻ ഇഷ്ടമില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ കഴിക്കുന്ന മരുന്ന് നമുക്ക് ഗുണം ചെയ്യാനുള്ള മരുന്നുകളാണ്. കൃത്യം ടൈമിൽ മരുന്ന് കഴിക്കുക, കൃത്യം ടൈമിൽ ഭക്ഷണം കഴിക്കുക. കൂടുതൽ ഭക്ഷണത്തിനെ പറ്റി പറഞ്ഞാൽ കൂടുതൽ പ്രോട്ടീൻ, ഫൈബർ, കാർബോഹൈഡ്രേറ്റ്സും നമുക്ക് വേണം. ഇപ്പം ചില ആൾക്കാർ ഈ അരി ഭക്ഷണം കുറയ്ക്കാൻ പറയുമ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത് അവർ ഫുഡ് അങ്ങ് കുറയ്ക്കും. അങ്ങനെയല്ല, നമ്മളത് റീപ്ലേസിങ് ദ ഡയറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ 3 പിടി ചോറിൻ്റെ പകരം 1 പിടി ചോറ് എടുക്കുക, 3 പിടി കറി എടുക്കുക, വീട്ടിലുണ്ടാക്കുന്നത് ഫൈബർ എടുക്കുക. അപ്പോൾ ഒരു ബാലൻസ് ഡയറ്റ് എടുക്കുക. എക്സസൈസിലും ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് സാർക്കോപീനിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മസിൽ വേസ്റ്റിംഗ് ഉണ്ടാകും, കൈയും കാലും മെലിയാൻ തുടങ്ങും. അൺകൺട്രോൾഡ് ഷുഗർ ആണെങ്കിൽ ഇത് സ്പീഡപ്പ് ആക്കും. അപ്പോൾ കൂടുതൽ പ്രോട്ടീൻ എടുക്കുക, മസിൽ ബിൽഡിംഗ് വർക്കൗട്ട് ചെയ്യുക. കാർഡിയോ വളരെ നല്ലതാണ്, പക്ഷേ അതിനെക്കാട്ടിലും മെറ്റബോളിക് ഹെൽത്തിന് വേണ്ടി ഗുണമുള്ളത് മസിൽ ബിൽഡിംഗ് വർക്കൗട്ടാണ്. ചെറിയൊരു വലിയ ഹെവി ഡംബിൾ ചെയ്യണമെന്നില്ല, ഒരു 2-2.5 കിലോ ഡംബിൾ എടുത്തിട്ട് ഫുൾ ബോഡി വർക്കൗട്ട് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ഓൾ യു ഹാവ് ടു സേ. പിന്നെ ഹാവ് എ ഗുഡ് സോഷ്യൽ ലൈഫ്. നല്ലൊരു കുടുംബജീവിതം, നല്ലൊരു ഫ്രണ്ട് സർക്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലൊരു സപ്പോർട്ടീവ് ഫാമിലി, സപ്പോർട്ടീവ് ഫ്രണ്ട്സ് നമ്മുടെ ഓവറോൾ ഹെൽത്തിന് വരെ, ഇത് പല പഠനങ്ങളാണ് പറയുന്നത്, ഓവറോൾ ഹെൽത്തിന് വരെ നല്ലതാണ്. സോ ദിസ് ഇസ് വാട്ട് ഈസ് മൈ ടേക്ക് അവേ മെസ്സേജ്. അതാണ് ഡയബറ്റീസ് എന്നുള്ള രോഗത്തിനെ കുറിച്ച് ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ, അല്ലെങ്കിൽ അത് എത്ര പെട്ടെന്ന് മാറും, അല്ലെങ്കിൽ അത് മാറ്റാൻ കഴിയുമോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്നത്. കൊച്ചി വെൽമോണ്ട് ഹോസ്പിറ്റൽ ഇന്റേണൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി സീനിയർ കൺസൾട്ടന്റ് ആയിട്ടുള്ള ഡോക്ടർ ഋഷി ജോർജാണ് നമ്മുടെ അതിഥിയായി വന്നത്. ഡോക്ടർ വളരെ നന്ദി പരിപാടിയിൽ പങ്കെടുത്തതിന്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. ഡോക്ടർ ഹിയർ പരിപാടി അവസാനിക്കുന്നു. നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.